വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാൻ ധനസമാഹരണത്തിന് പണമായി പിരിക്കില്ല. ഇത് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ്. ആക്രി സാധനങ്ങൾ ശേഖരിച്ചും ചക്ക പറിച്ചു വിറ്റും കെട്ടിടങ്ങളുടെ വാർക്കപ്പണികൾ ഏറ്റെടുത്തും പണം കണ്ടെത്തി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തെ വിജയിപ്പിക്കുകയാണ് ഇടുക്കിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഇവന്മാർക്ക് ഇതെന്തിന്റെ കേടാണ്? കണ്ടു നിൽക്കുന്ന ചിലരെങ്കിലും മൂക്കത്തു വിരൽ വെക്കും. പെരുമഴ പെയ്ത് പായൽ പിടിച്ച് തെന്നിത്തെറിച്ച് കിടക്കുന്ന പ്ലാവിന്റെ ശിഖരങ്ങളിലൂടെ ചെറുപ്പക്കാർ ചക്കയിടാൻ കയറുകയാണ്. ആ ചെറുപ്പക്കാർ ഒരു ലഹരിയിലാണ്, മനുഷ്യസ്നേഹത്തിന്റെ ലഹരി. ഒപ്പം ഡിവൈഎഫ്ഐ എന്ന തങ്ങളുടെ പ്രസ്ഥാനത്തോടുള്ള അചഞ്ചലമായ കൂറും. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനായി നെറ്റിത്തൊഴു മേഖലാ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട ചെല്ലാർകോവിൽ യൂണിറ്റ് കമ്മിറ്റി ചക്ക പറിച്ച് വിറ്റുമാത്രം ശേഖരിച്ചത് 10,000-ലധികം രൂപയാണ്. ഈ മഴക്കാലത്തും പ്ലാവിൽ നിന്നും ചക്ക പറിച്ചു കൊണ്ടുപോയി ഏതാണ്ട് 9.5 രൂപ ഒരു കിലോയ്ക്ക് കിട്ടും. അതിൻ്റെ ഭാഗമായി നെറ്റിത്തൊഴുവിലെ ചെല്ലാർകോവിൽ യൂണിറ്റിലെ സഹാക്കൾ ആ നിലക്കുള്ള മാതൃകാപരമായിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിജീവിക്കും. നഷ്ടപ്പെട്ട ജീവനല്ലാതെ മറ്റെല്ലാം നമ്മൾ വയനാട് ജനതയ്ക്ക് തിരിച്ചു നൽകുമെന്ന് ഈ കേരളത്തിനകത്തെ യുവതയും ഈ രാജ്യവും ഈ ലോകവും എല്ലാം ഒരുമിച്ച് ചേർന്ന് പറയുന്ന കാഴ്ചക്കാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചക്ക ചുമന്ന് വണ്ടിയിലെത്തിക്കാൻ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് ഈ യൂണിറ്റ് കമ്മിറ്റിക്കൊപ്പം ചേർന്നുവെങ്കിൽ ഇടുക്കി ജില്ലയിലെ തന്നെ ചെമ്മണ്ണ് മേഖലാ കമ്മിറ്റി കൊച്ചുകരിന്തുരുവിയിൽ ഒരു കെട്ടിടത്തിന്റെ വാർക്കപ്പണി പൂർണ്ണമായി ഏറ്റെടുത്തു നടത്തുമ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് പ്രവർത്തകർക്കൊപ്പം അവരിൽ ഒരാളായി ഉണ്ടായിരുന്നു. വാർക്കപ്പണിയിലൂടെ മേഖലാ കമ്മിറ്റി സമാഹരിച്ചത് 15,000 രൂപയാണ്. ഇന്ന് കൊച്ചുകിരിന്ത് പ്രദേശത്തൊരു കെട്ടിടത്തിൻ്റെ വാർക്ക പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് ആ വാർക്കയിൽ നിന്ന് കിട്ടുന്ന പണം ഈ റീബിൽഡ് വയനാടിന് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുള്ള യൂത്ത് ബ്രിഗേഡിലെ സഹാക്കളാണ് ഈ ഉദ്യമത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്നുള്ള പണപ്പിരിവ് പൂർണ്ണമായും ഒഴിവാക്കി ഡിവൈഎഫ്ഐ ധനസമാഹരണത്തിന് കണ്ടെത്തിയിരിക്കുന്ന വ്യത്യസ്തമായ ഈ പ്രവർത്തനങ്ങൾക്ക് പൊതുജനങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. കൈരളി ന്യൂസ്, ഇടുക്കി.